മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷെൻസ്റ്റാട്ട് ദൂതിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 21, 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ്റെ രണ്ടാമത്തവൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു, എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുദപിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഈശോ ഇവിടെ ഫരിസേയരെ കുറിച്ചാണ് പറയുന്നത്. 2 പുത്രന്മാരുടെ ഉപമയിലൂടെ ഈശോ പറയുകയാണ്, ആദ്യം പറഞ്ഞ ആ പുത്രൻ അവൻ പോകാമെന്ന് സമ്മതിച്ചു, പക്ഷെ അവൻ പോയില്ല. അവനാണ് ഫരിസേയരെ പ്രതിനിധാനം ചെയ്യുന്നവൻ. പോകാമെന്ന് പറയുന്നു, പോകുന്നില്ല. മാനസാന്തരപ്പെടാമെന്ന് പറയുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാം ചെയ്യാമെന്ന് പറയും, പക്ഷെ ചെയ്യില്ല. അതേസമയം ഇപ്പോഴെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുകയും എന്നാൽ പിന്നീട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിച്ച് നല്ല മാർഗത്തിലൂടെയൊക്കെ വരുന്ന മനുഷ്യരുണ്ട്. ആ വിഭാഗത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവരെയാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികൾ. അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോ പറഞ്ഞു, രണ്ടാമത്തെ മകൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മനസ്സുവെച്ച് പോയി. നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചിന്തിക്കാനായിട്ട് ഈ നോമ്പ് കാലത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്. ഒരുപക്ഷെ നമ്മൾ ആദ്യത്തെ വിഭാഗത്തിലായിരിക്കും. എല്ലാം ചെയ്യാമെന്ന് പറയുന്നു, എന്നാൽ ചെയ്യുന്നതിൽ പൂർണ്ണത ഇല്ലാത്ത വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. നമുക്ക് മാനസാന്തരം വേണം, നമുക്ക് തിരിച്ച് കർത്താവിലേക്ക് വരാൻ സാധിക്കണം. എനിക്ക് തോന്നുന്നത് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് രണ്ടാമത്തെ മകനെ പോലെ കർത്താവിലേക്ക് തിരിയുക. കർത്താവ് പറയുന്നത് ഈ വചനത്തിലൂടെയും അതുപോലെ മറ്റ് നിർദ്ദേശങ്ങളിലൂടെയും ഒക്കെ തമ്പുരാൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ വചനം കേൾക്കുന്നു, മാനസാന്തരപ്പെടുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാലം. അതിനായിട്ട് ഈശോ നമ്മെ സഹായിക്കട്ടെ. പ്രസാദവരനാഥ നമ്മെ വഴി നടത്തട്ടെ.